1984 ഒക്ടോബർ 31 പകൽ പീറ്റർ ക്രിസ്റ്റീനോ എന്ന മാധ്യമപ്രവർത്തകൻ അനുവദിച്ച അഭിമുഖമായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടി. അഭിമുഖത്തിന് പോകാനായി തന്റെ വസതിയിൽ നിന്നും അക്ബർ റോഡിലുള്ള അവരുടെ ഓഫീസിലേക്ക് അവർ യാത്ര തിരിച്ചു. അക്ബർ റോഡിലേക്ക് ഇറങ്ങിയ ഇന്ദിരാഗാന്ധി കാത്തിരുന്നത് ബിയാൻ സിംഗ് എന്ന തന്റെ അംഗരക്ഷകനായിരുന്നു. എന്നാൽ അന്ന് ബിയാൻ സിംഗിന്റെ പതിവ് അഭിവാദ്യം ഉണ്ടായിരുന്നില്ല. പകരം അഭിവാദ്യം ചെയ്തത് ബിയാന്തിന്റെ കയ്യിലിരുന്ന തോക്കുകളായിരുന്നു. ബിയാന്തിന്റെ തോക്കിൽ നിന്നും 2 ഉണ്ടകൾ ഇന്ദിരാഗാന്ധിയുടെ മാറിലേക്ക് തറച്ചു കയറി. വെടിയേറ്റ് വീണ ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർക്കാൻ ബിയാന്ത് തന്റെ അനുയായിയ സത്വന്ത് സിംഗിനോട് പറഞ്ഞു. സത്വന്തിന്റെ യന്ത്രത്തോക്കിൽ നിന്നും 25ഓളം ഉണ്ടകൾ വീണ്ടും ഇന്ദിരയുടെ മാറിലേക്ക്. അന്ന് വൈകുന്നേരം BBC ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: ഇന്ദിരാഗാന്ധി, ദ റൂളർ ഓഫ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ഷോട്ട് ഡെഡ്. ഒരു വിഘടനവാദത്തിന്റെ കഥയിലെ കറുത്തേടായിരുന്നു 1984 ഒക്ടോബർ 31 പകൽ. ആ ചിന്തയ്ക്ക് പേര് ഖാലിസ്ഥാൻ. ആ കഥകളിലേക്ക്. ഖാലിസ്ഥാനെ അറിയണമെങ്കിൽ പഞ്ചാബിന്റെ ചരിത്രം അറിയണം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയെങ്കിലും ഇന്നത്തെ രീതിയിൽ പഞ്ചാബ് ഒരു സംസ്ഥാനമായി മാറുന്നത് 1966 എന്നാൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ സിഖ് മതസ്ഥർക്ക് ഒരു സ്വതന്ത്ര സംസ്ഥാനമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിന് ആരാണ് സിഖുകാരെന്നറിയണം. 15-ാം നൂറ്റാണ്ടിൽ ഗുരുനാനാക്കിന്റെ നേതൃത്വത്തിൽ പഞ്ചാബ് പ്രദേശത്ത് ഉടലെടുത്ത ഒരു മതമാണ് സിഖ് മതം. വളരെ കാലം മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാരെ നിരന്തരം സംഘർഷത്തിലായിരുന്നു സിഖ് ഗുരുക്കന്മാർ. പല സിഖ് ഗുരുക്കന്മാരെയും മുഗൾ രാജാക്കന്മാർ കൊന്നു തള്ളിയിട്ടുമുണ്ട്. അങ്ങനെയാണ് 1699 ഗുരു ഗോവിന്ദ് സിംഗിന്റെ നേതൃത്വത്തിൽ ഖൽസ എന്നൊരു സായുധ വിഭാഗം കൂടി സിഖ് മതത്തിനുണ്ടാകുന്നത്. ഖാലിസ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഖൽസ എന്ന വാക്ക് രൂപപ്പെടുന്നത്. ഈ ഖൽസകൾ സിഖ് മതസ്ഥരെ പല ബാഹ്യശക്തിയിൽ നിന്നും രക്ഷിച്ചു പോരുകയും ചെയ്തു. പിൽക്കാലത്ത് മഹാരാജ രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സിഖ് രാജവംശം തന്നെ രൂപപ്പെടുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് അധിനിവേശത്തോടെ സിഖ് രാജവംശം ശിഥിലമായി. ഇനി ഖാലിസ്ഥാന്റെ വേരുകൾ എവിടെയാണെന്ന് നോക്കാം. 1929 മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നെഹ്റു റെസൊല്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ സ്വാഭരണം ഏത് രീതിയിലായിരിക്കണം എന്നെല്ലാം ഭാവന ചെയ്യുന്ന ഒരു നെഹ്റു റെസൊല്യൂഷൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇതിൽ എതിർപ്പുണ്ടായിരുന്ന 3 പേരുണ്ടായിരുന്നു. 1 മുഹമ്മദ് അലി ജിന്ന, 2 BR അംബേദ്കർ, 3 മാസ്റ്റർ താരാ സിംഗ്. മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടത് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന എന്നാവശ്യമായിരുന്നു. BR അംബേദ്കർക്ക് വേണ്ടത് താൻ പ്രതിനിധീകരിക്കുന്ന ഡിപ്രസ്ഡ് ക്ലാസസിന് പ്രത്യേക പരിഗണന എന്ന ആവശ്യമായിരുന്നു. താരാ സിംഗിന് വേണ്ടിയിരുന്നത് സിഖുകാർക്ക് ആ രീതിയിൽ തന്നെ സ്വയംഭരണാവകാശം വേണം എന്നുള്ള ആവശ്യമായിരുന്നു. ഇവിടെ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പരിഗണന എന്ന ആവശ്യം ചർച്ച ചെയ്യപ്പെട്ടു. BR അംബേദ്കർക്ക് പൂന പാക്ട്, കമ്മ്യൂണൽ അവാർഡ് തുടങ്ങിയവയിലൂടെ ഡിപ്രസ്ഡ് ക്ലാസസിന് കൂടുതൽ അധികാരങ്ങൾ എന്ന ആവശ്യവും ഒരു പരിധിവരെയൊക്കെ നിറവേറി. എന്നാൽ മാസ്റ്റർ താരാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അകാലികൾക്ക് സിക്കിസ്ഥാൻ എന്ന ആവശ്യം നിരസിക്കപ്പെട്ടു. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നുള്ള 2 രാജ്യങ്ങളായി മാറി. പഞ്ചാബ് എന്ന പ്രദേശമായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി. അതായത് പഞ്ചാബ് എന്ന സംസ്ഥാനം വിഭജിക്കപ്പെട്ടു. അതിനാൽ തന്നെ പാകിസ്ഥാൻ പഞ്ചാബിൽ നിന്നും ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം വലിയ രീതിയിലുള്ള പലായനങ്ങളുണ്ടായി. സിഖ് സമൂഹം വിഭജിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ സിഖ് മതസ്ഥർ പഞ്ചാബിലും അയൽ സംസ്ഥാനങ്ങളിലുമെല്ലാമായി ചിതറിയോടി. അങ്ങനെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇന്ത്യയുടെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാമായി ചിതറിക്കിടക്കുന്ന ഈ സിഖ് മതസ്ഥരെ ഒരുമിപ്പിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു സിക്കിസ്ഥാൻ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ എന്ന ചിന്തയ്ക്ക് കാരണമാകുന്നത്. സിഖ് ഗുരുദ്വാരകൾ നവീകരിക്കുക, സിഖ് മതത്തിലെ അനീതികളെ തുടച്ചു മാറ്റുക എന്നെല്ലാമുള്ള ലക്ഷ്യത്തോടു കൂടി അകാലികൾ എന്നൊരു സംഘടന നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. ഇന്ത്യ വിഭജനത്തിൽ അനീതി നേരിട്ട പഞ്ചാബികൾക്ക് വേണ്ടി അകാലികൾ രംഗത്തിറങ്ങി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അന്നു മുതൽ തന്നെ പഞ്ചാബികൾക്കൊരു സ്വതന്ത്ര സംസ്ഥാനമെന്ന ആശയവുമായി പഞ്ചാബ് സുബാ മൂവ്മെന്റ് അകാലികൾ തുടങ്ങുകയുണ്ടായി. നിരന്തരമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 1966 പഞ്ചാബ് ഇന്നത്തെ രീതിയിലൊരു സ്വതന്ത്ര സംസ്ഥാനമായി മാറ്റപ്പെട്ടു. പഞ്ചാബ് അടങ്ങുന്ന പെപ്സു എന്ന പ്രദേശം വിഭജിച്ച് ഇന്നത്തെ രീതിയിൽ പഞ്ചാബ്, ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശം, ഹിമാചൽ പ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. എന്നാൽ തങ്ങൾ വിഭാവനം ചെയ്തതുപോലുള്ള ഒരു സംസ്ഥാനമായിരുന്നില്ല അകാലികൾക്ക് കിട്ടിയത്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 1/7 മാത്രമുള്ള ഒരു പഞ്ചാബായിരുന്നു പിൽക്കാലത്ത് രൂപീകരിച്ചത്. ഈ അവഗണനയെ തുടർന്നാണ് ഇന്ത്യയിലെ പഞ്ചാബും അതിനടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളും പാകിസ്ഥാനിലെ പഞ്ചാബും എല്ലാം ചേർത്ത് ഖാലിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കണമെന്ന് ഒരു ആവശ്യമുയർന്നത്. 1966 സംസ്ഥാന രൂപീകരണത്തോടൊപ്പം തന്നെ ഭരണവും പിടിച്ചെടുത്തെങ്കിലും 1970 ആയപ്പോഴേക്കും അകാലികൾ ഭരണത്തിൽ നിന്നും പുറത്തായി. എന്നാൽ ഭരണത്തിന് പുറത്തായെങ്കിലും വലിയ വിശാലമായൊരു പഞ്ചാബ് എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. 1973 ആനന്ദ്പൂർ എന്ന് പറയുന്ന ഗുരുദ്വാരയിൽ വെച്ച് ആനന്ദ്പൂർ റെസൊല്യൂഷൻ അവർ പുറത്തിറക്കി. വിശാല പഞ്ചാബ് അടങ്ങുന്ന പഞ്ചാബിന് കൂടുതൽ സ്വയംഭരണാവകാശം, പുതിയൊരു ഭരണഘടന എന്നിങ്ങനെയെല്ലാമുള്ള ആവശ്യങ്ങളായിരുന്നു ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഭരണത്തിന് പുറത്തായിട്ടും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അകാലികളെ ഒതുക്കാനായി കോൺഗ്രസ് സിഖ് മതത്തിൽ നിന്ന് തന്നെ ഒരാളെ മുന്നോട്ട് കൊണ്ടുവന്നു. അയാളുടെ പേരാണ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. 6 അടി ഉയരം, ഒത്ത ശരീരം, വാക്കുകൾക്ക് തീപ്പൊരിയുടെ ശക്തി. ഇങ്ങനെയുള്ള ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ കേൾക്കാനായി പഞ്ചാബികൾ വട്ടം കൂടി. ഭിന്ദ്രൻവാലയെ സാമ്പത്തികമായും അല്ലാതെയും കോൺഗ്രസും സഹായിച്ചിരുന്നു.
എന്നാൽ കാര്യങ്ങൾ കോൺഗ്രസ് വിചാരിച്ചിടത്ത് നിന്നില്ല. ഭിന്ദ്രൻവാല കോൺഗ്രസിൽ നിന്നും വഴുതിപ്പോയി. തനിക്ക് കിട്ടിയ പ്രസിദ്ധി അയാൾ കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചു. അത് രാജ്യത്തിന് തന്നെ എതിരായി. നിയമം കയ്യിലെടുത്തു. എല്ലാ ഹിന്ദുക്കളെയും കൊന്നൊടുക്കാൻ സിഖുകാരോട് ആഹ്വാനം ചെയ്തു. പിന്നീട് 1982 ജർണൈൽ സിംഗ് അകാലികളുമായി കൂട്ടിച്ചേർന്ന് ധരം യുദ്ധ് മോർച്ച എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയി. ആനന്ദ്പൂർ സാഹിബ് റെസൊല്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക, ഖാലിസ്ഥാൻ എന്ന പുതിയ രാജ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ധരം യുദ്ധ് മോർച്ച ജർണൈൽ സിംഗിന്റെയും അകാലിദളിന്റെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോയി. ഗുരു ഗോവിന്ദ് സിംഗ് മുന്നോട്ട് വെച്ച സായുധ വിപ്ലവത്തിന്റെ പ്രചാരകനായിരുന്നു ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല. മറ്റ് മതസ്ഥരെല്ലാം കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്ത ഭിന്ദ്രൻവാല അതിലൂടെ മാത്രമേ പുതിയൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കൂവെന്ന് വിശ്വസിച്ചു. പിൽക്കാലത്ത് സിഖ് മതത്തിൽ തന്നെ പുരോഗമന പ്രസ്ഥാനമായ നിരംകാരി സെക്റ്റുമായി അദ്ദേഹത്തിന് ഇടയേണ്ടി വന്നു. ഇതിന് പ്രതികാരം എന്നോണം പഞ്ചാബിന്റെ പല ഭാഗങ്ങളിലും ഭിന്ദ്രൻവാലയും കൂട്ടരും അക്രമം അയച്ചുവിട്ടു. കോൺഗ്രസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ എതിർപ്പ് വെറും പ്രസ്താവനകളിൽ ഒതുങ്ങി. അവർ ഭിന്ദ്രൻവാലയെ തൊട്ടില്ല. പിന്നീട് ഭിന്ദ്രൻവാലയുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന ഹിന്ദ് സമാചാർ പത്രത്തിന്റെ എഡിറ്ററായിരുന്ന ലാലാ ജഗത് നാരായണനെ ഭിന്ദ്രൻവാല കൊലപ്പെടുത്തി. ഇതിനെ തുടർന്ന് ഭിന്ദ്രൻവാലയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഭിന്ദ്രൻവാലയുടെ കൂട്ടാളികൾ വെറുതെ ഇരുന്നില്ല. ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ വിമാനം അവർ റാഞ്ചി. അത് ലാഹോറിൽ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിച്ചു. ഭിന്ദ്രൻവാലയെ വിട്ടയക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. നിവൃത്തിയില്ലാതെ സർക്കാരിന് ഭിന്ദ്രൻവാലയെ വിട്ടയക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ ഈ ഒരു സംഭവമായിരിക്കാം ആരെയും കൂസാത്ത ഒരു നിലയിലേക്ക് ഭിന്ദ്രൻവാലയെ എത്തിച്ചത്. 1983 ആയപ്പോഴേക്കും ഭിന്ദ്രൻവാലയും കൂട്ടരും അമൃത്സറിലെ സുവർണക്ഷേത്രം തങ്ങളുടെ താവളമാക്കി മാറ്റി കഴിഞ്ഞിരുന്നു. ഭിന്ദ്രൻവാലയുടെ കൂട്ടാളികൾ പഞ്ചാബിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, വലിയ തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കി. അകാലികളുടെ നേതാവായ ലോങ്കോവാളും ഭിന്ദ്രൻവാലയും ചേർന്ന് പഞ്ചാബ് അപ്രഖ്യാപിതമായി തങ്ങളുടെ കൈകളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു. ഈ രീതിയിൽ ഭിന്ദ്രൻവാലയുടെ പ്രവൃത്തികൾ അതിരുകടന്നപ്പോൾ നിവർത്തികെട്ട് കോൺഗ്രസ് ഗവൺമെന്റിന് ഇടപെടേണ്ടി വന്നു. ഇന്ദിരാഗാന്ധി ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചു. ഭിന്ദ്രൻവാലയും കൂട്ടരെയും സുവർണക്ഷേത്രത്തിൽ വെച്ച് കീഴ്പ്പെടുത്താനായി ഒരു പദ്ധതി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നതിന് പേരിട്ടു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഭിന്ദ്രൻവാലയും കൂട്ടരെയും സുവർണക്ഷേത്രത്തിൽ വെച്ച് കീഴടക്കാമെന്നായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ പദ്ധതി. അതുതന്നെയായിരുന്നു ആ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പോരായ്മയും. ഇന്ത്യൻ സൈന്യം ഭിന്ദ്രൻവാലയെ കുറച്ചു കണ്ടു. ലഫ്റ്റനന്റ് ജനറൽ ബ്രാറിനായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ചുമതല. ഇതിനിടയിൽ ശിരോമണി ഗുരുദ്വാര കമ്മിറ്റിയിലെ നേതാക്കൾ ഭിന്ദ്രൻവാലയുമായി ചർച്ച നടത്തിയെങ്കിലും ഭിന്ദ്രൻവാല തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ ജൂൺ 6, 1984 ശക്തമായി തന്നെ ആക്രമിക്കാൻ സൈന്യം തീരുമാനിച്ചു. എന്നാൽ അകത്ത് കയറിയ സൈന്യം ഞെട്ടി. ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണമായിരുന്നു ഭിന്ദ്രൻവാലയും കൂട്ടും സൈന്യത്തിന് നേരെ നടത്തിയത്. അകത്ത് കയറിയ ഇന്ത്യൻ സൈന്യത്തോളം തന്നെ അംഗബലവും ആയുധബലവും ഉണ്ടായിരുന്നു ഭിന്ദ്രൻവാലയ്ക്കും കൂട്ടർക്കും. റോക്കറ്റ് ലോഞ്ചറുകളും ഗ്രനേഡുകളും മറ്റ് പ്രഹരശേഷിയുള്ള ആയുധ വസ്തുക്കളുമായി ഭിന്ദ്രൻവാലയും കൂട്ടരും ഇന്ത്യൻ സൈന്യത്തെ പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുമായിരുന്നു. ഈ മുന്നൊരുക്കത്തിനും തയ്യാറെടുപ്പിനും എല്ലാം പിന്നിൽ ഒരാളുണ്ടായിരുന്നു. 1971 ഇന്ത്യ പാക് വാർ ഹീറോ ആയിരുന്ന മേജർ ഷാബേ സിംഗ്. ഷാബേ സിംഗ് ആയിരുന്നു ഭിന്ദ്രൻവാലയുടെ അനുയായി. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIൽ നിന്നും ചൈനയിൽ നിന്നും ഉൾപ്പെടെ വലിയ തോതിലുള്ള ആയുധങ്ങൾ ഭിന്ദ്രൻവാല സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭിന്ദ്രൻവാലയുടെ ശക്തി മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം ടാങ്കുകൾ തന്നെ സുവർണക്ഷേത്രത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. എന്നാൽ സുവർണക്ഷേത്രത്തിൽ കടന്ന ആദ്യ ടാങ്കിനെ തന്നെ ഭിന്ദ്രൻവാലയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഭസ്മമാക്കി. നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ സൈന്യത്തിന് ധാരാളം സൈനികരെ നഷ്ടപ്പെട്ടു. എന്നാൽ കൂടുതൽ സൈനികരെ എത്തിച്ച് കൂടുതൽ ആയുധങ്ങളും എത്തിച്ച് ഭിന്ദ്രൻവാലയ്ക്ക് നേരെ ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സൈന്യം ആക്രമണം തുറന്നു. അങ്ങനെ അതിശക്തവും അതിശ്രമകരവുമായ ദൗത്യത്തിനൊടുവിൽ ഭിന്ദ്രൻവാല വീണു. ഒപ്പം ഷാബേ സിംഗും കൂട്ടാളികളും. എന്നാൽ ഇത്രയും ഘോരമായ യുദ്ധം സുവർണക്ഷേത്രത്തിൽ വലിയ മുറിവുകളുണ്ടാക്കി. അകാൽ തഖ്ത് തകർന്നു വീണു. മറ്റ് പല നിർമ്മിതികൾക്കും നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇത് മൊത്തത്തിൽ സിഖുകാരുടെ മതവികാരം വ്രണപ്പെടുത്തി. അവർ അത്രയും പവിത്രമായി കണ്ടിരുന്ന സുവർണക്ഷേത്രത്തിന് കേടുപാടുകളുണ്ടാക്കുകയും അകാൽ തഖ്ത് എല്ലാം തകർന്നു വീഴുകയും ചെയ്യുന്നത് അവരിൽ പല ആളുകൾക്കും ഖാലിസ്ഥാൻ എന്ന പ്രസ്ഥാനത്തോട് ഒരു സിമ്പതി രൂപപ്പെട്ടു. എന്നാൽ ആ സിമ്പതിക്ക് മുന്നിൽ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത് ഒരു ജീവനായിരുന്നു, രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ജീവൻ. ഭിന്ദ്രൻവാലയുടെ കൊലപാതകത്തിന് ശേഷം സിഖ് അംഗരക്ഷകരെ തന്റെ സ്റ്റാഫിൽ നിന്ന് മാറ്റണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇന്ദിരാഗാന്ധി അത് അവഗണിച്ചു. അതിന് അവർക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു. 1984 ഒക്ടോബർ 31 സിഖ് അംഗരക്ഷകരായ ബിയാൻ സിംഗിന്റെയും സത്വന്ത് സിംഗിന്റെയും കൈകൊണ്ട് അവർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മരണം രാജ്യത്തെ പിടിച്ചുലച്ചു. പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് പോലെ സിഖുകാർക്കെതിരെ രാജ്യം മുഴുവൻ കലാപമുണ്ടായി. നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. എന്നാൽ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ രാജീവിന്റെ ഗവൺമെന്റിനായില്ല, അല്ലെങ്കിൽ അവരതിന് ശ്രമിച്ചില്ല. എന്നാൽ ഈ ആക്രമണങ്ങൾ ഖാലിസ്ഥാനെ ചെറുക്കുകയല്ല ചെയ്തത്, പകരം ഖാലിസ്ഥാൻ മുറവിളികൾക്ക് കൂടുതൽ ആവേശവും ആൾബലവും നൽകുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പിന്നിൽ പ്രവർത്തിച്ച പലരെയും പല ഓഫീസർമാരെയും ഖാലിസ്ഥാൻ തീവ്രവാദികൾ വകവരുത്തി. അങ്ങനെ ഖാലിസ്ഥാൻ ഒരു അക്രമ രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നു. എന്നാൽ KPS ഗിൽ എന്ന IPS ഉദ്യോഗസ്ഥൻ പഞ്ചാബിന്റെ പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നതുവരെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 1995 ആയപ്പോഴേക്കും പല ഖാലിസ്ഥാൻ തീവ്രവാദികളെയും KPS ഗിൽ തുടച്ചു നീക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടും കൊടുത്തുമെല്ലാം അങ്ങിങ്ങായി ഖാലിസ്ഥാന്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തെ ഐക്യത്തെയും അഖണ്ഡതയുമെല്ലാം ചോദ്യം ചെയ്യുന്ന ഏതൊരു തീവ്രവാദ സംഘടനയും തുടച്ചു മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്നാൽ രാജ്യത്തെ പൗരന്മാർ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരുകൾ തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.